ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മളൊരു മുതുക്ക് ബർഗർ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. ചെറിയ ബർഗറൊന്നുമല്ല, ചെറിയ ബർഗർ എന്ന് പറയുമ്പോൾ ഈ ഒരു സൈസിലല്ലേ വരത്തുള്ളൂ. ഇതൊന്നുമല്ല, ഈ ഒരു വലിയ ബണ്ണിലാണ് ഞാൻ ഇന്ന് ബർഗർ ഉണ്ടാക്കാനായിട്ട് പോണത്. ഇതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ഇതിന് മുമ്പ് ഉണ്ടാക്കിയിട്ടുമില്ല. നമ്മൾ KFC-ലൊക്കെ കിട്ടുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു ടേസ്റ്റിലാണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഹാപ്പി കണ്ട ഇപ്പൊ മനസ്സിലാകത്തില്ല. ഹാപ്പി മുഖം ഒന്ന് കാണിക്കും. ഹാപ്പി ഇതാണ് ഹാപ്പി. ആരാണ് ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നത്? അങ്ങനെ ഹാപ്പി ഒരു ചേഞ്ചിൽ വന്നേക്കാണ്. ഏകദേശം അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെയാണ് ഈ എടുത്ത് വെച്ചേക്കുന്നത്. ഇവിടെ പിന്നെ എല്ലാ സാധനവും കിട്ടത്തില്ല. എടുത്ത് ഞാൻ കുറേ അടുത്ത് കറങ്ങിയിട്ടാണ് ഈ ലെറ്റ്യൂസ് ഒക്കെ മേടിച്ചത്. നമ്മളൊരു ഗ്രാമപ്രദേശമാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നു ചീസി ചിക്കൻ ബർഗർ. ഉണ്ടാക്കാം. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് ആദ്യം ബർഗറിനുള്ള പാറ്റി സെറ്റ് ചെയ്തെടുക്കണം. പാറ്റി എന്ന് വെച്ചാൽ ചിക്കന്റെ ഇതിലകത്ത് വെക്കുന്ന സാധനമല്ലേ, ഇങ്ങനെ പരത്തി ദോശ കണക്കിരിക്കുന്ന അത് നമുക്ക് ആദ്യം ഉണ്ടാക്കിയെടുക്കണം. അതിന് നമുക്ക് ചെസ്റ്റിന്റെ പീസാട്ടോ എടുക്കുന്നത്. ഫുള്ള് നമുക്ക് പാർട്ട് ഇന്ന് ബർഗർ എന്ന് മരിക്കും. ഇല്ല, അങ്ങനല്ല, ഐ മീൻ ടേസ്റ്റ് അത്ര സൂപ്പർ ആയിരിക്കും എന്ന് പറഞ്ഞത്. ഓക്കെ, നമ്മൾ ചിക്കൻ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. മിക്സിയിലിട്ട് അരച്ചെടുക്കണോ? ഈ പച്ച ചിക്കന് ഇത് മിക്സിയിലിട്ട് അരച്ചെടുക്കും. എന്ത് ദോശ പോലെ ആക്കണ്ടേ ഇത്? എന്തിനാണ്? അച്ഛൻ വരുന്നു. അച്ഛൻ ഇതൊക്കെ ഭയങ്കര ഇഷ്ടോ. അച്ഛാ ബാ. ഹായ്. ഇന്ന് വെറൈറ്റി ഐറ്റം ഉണ്ടാക്കുന്ന ബർഗർ. ബർഗർ ചെറിയ ബർഗർ അല്ല, വലിയ ബർഗറാ. യമണ്ടൻ ഫാമിലി. എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കടിക്കാൻ പറ്റുന്ന ബർഗർ മുതുക്. ഇതിനി അരക്കണോന്ന് മിക്സിയിലിട്ട് ഇടട്ടെ? ഇട്. ഇതിന് മിക്സിയിലിട്ട് നല്ലോണം അരച്ചെടുക്കണം കേട്ടോ. അരക്കാം. വെള്ളം ഒഴിക്കണ്ടേ? എന്തോന്ന് അരി കേട്ടുന്ന ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ചിക്കൻ അരയ്ക്കുന്നു കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ചിക്കൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പൊടികൾ ചേർക്കാം. ഗാർലിക് പൗഡർ, ഇഞ്ചിപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ശരിയാണ് ശരി. ഇനി എല്ലാം കൂടെ നമ്മൾ തിരുമ. വെളിച്ചെണ്ണ കൊണ്ട് അടിക്കാം. നമുക്ക് ദോശക്കല്ലി ചുട്ടെടുക്കാം. ഇപ്പം നിങ്ങൾ വിചാരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഈ ദോശക്കല്ലി ചുട്ടെടുക്കുന്നതെന്ന്. അതിന് എൻ്റെ കയ്യിലൊരു ട്രിക്കുണ്ട്. ഇതാദ്യം അതോട്ട് വെക്കുക. ചിക്കൻ നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. അപ്പോൾ ഒരു ഷേപ്പ് കറക്റ്റ് കിട്ടും അമുക്കുമ്പോൾ. ഇപ്പം ചെറിയൊരു ഷേപ്പ് വന്നില്ലേ, ഇതങ്ങ് ഊരുക. ഓക്കെ, ഇതിപ്പോൾ കൊണാക്രി ആയോന്നൊരു സംശയം. ആരായിട്ട് കമന്റ് ഇട്ടായിരുന്നു എന്റെ കൊണാക്രി ഐറ്റം മിസ് ചെയ്യുന്നത്. അല്ല, ഇത് സീരിയസ് ആയിട്ട് ഉണ്ടാക്കുന്ന ഞാൻ. കൊണാക്രി ഒന്നും അല്ല കേട്ടോ. അല്ലല്ല, സീരിയസാ, മൊത്തം സീരിയസ് ആയിട്ടാണ് ചെയ്യുക. എനിക്ക് തോന്നേ ഈ ചിക്കൻ ഇത്ര മതി തോന്നുന്നു. ചൂടെ വെച്ചോ? ഇല്ലമ്മ, അത് കൊള്ളൂലമ്മാനത്. നമ്മളെ ചെറിയ ദോശക്കല്ല. അതുകൂടെ ഉണ്ടാക്കാം. നമ്മൾ ഡബിൾ ലെയർ പാറ്റി ബർഗർ ആട്ടോ. അത് ഇപ്പൊ കിട്ടിയത്. അത് ഡബിൾ ലെയർ. പക്ഷെ കാണാനൊക്കെ നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ. കറക്റ്റ് ഇല്ല, വട്ടയപ്പത്തിന്റെ ഒരു ഷേപ്പ്. കൊള്ളായിരിക്കോടാ, ഒരു മണമൊക്കെ ഉണ്ട്. അച്ഛാ, ഇത് KFC-യാ. KFC മനസ്സിൽ വിചാരിച്ചിട്ടാ ഞാൻ ഉണ്ടാക്കുന്നത്. ഇനി നമുക്കൊന്ന് തിരിച്ചിടാം. തിരിച്ചിടുന്നത് കറക്റ്റായിട്ട് വരണേ. പിടിക്കണോ? ജസ്റ്റ് മിസ്. സക്സസ്. ചെറുതായിട്ടൊന്ന് പേടിച്ചേട്ടാ, വെളിയിൽ പോയിരുന്നു. ഓക്കെ ഗൈസ്, ഇപ്പുറത്തും ഒരു പാനിൽ നമ്മൾ പാറ്റി വെച്ചിട്ടുണ്ട്. അത് അവിടെ ആവട്ടെ. ഇവിടെ നമുക്കിനി അടുത്ത പരിപാടി ചെയ്യാം. ഓക്കെ ഗൈസ്, ഞാൻ പോയി ചീസ് മേടിച്ചോണ്ട് വന്നു കേട്ടോ. ഇരുന്നതൊരു മറ്റേ ക്യൂബ് സൈസിലതാ. വേറെ ചീസ് നമുക്കിടാം. ഈ ചീസ് ഇടാം. ഇങ്ങനെ അടച്ചു വെക്കാം. ഓക്കെ ഗൈസ്, ചിക്കനുള്ള പാറ്റി നമ്മളിവിടെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് കാണിക്കൂ.
അത് കുറച്ചേരം കഴിയുമ്പോൾ ആവും. നമുക്ക് അപ്പോഴത്തേന് ഇതുണ്ടാക്കാം, സോസ്. ബർഗറിനകത്ത് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഒലിച്ചിങ്ങനെ ഇറങ്ങുന്നില്ലേ, ആ ഒരു അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് നമുക്ക് ആദ്യമേ മയോണൈസ് ഇപ്പോൾ മേടിച്ചോണ്ടെന്നുള്ളൂ, ഫ്രഷ്. ഞാൻ മഴയിൽ നനഞ്ഞേട്ടാ, ആ ഡ്രസ്സൊക്കെ മാറിയിട്ടിരിക്കുന്ന. എന്താ വരാത്തെ? ഇത് എന്തിനാണെന്നറിയാവോ? ഇതാണ് മസ്റ്റാർഡ് സോസ്. ബർഗറിലൊക്കെ ഇടുന്നതാ. ഞാൻ ഇത് ടേസ്റ്റ് ചെയ്തിട്ടില്ല ഇതുവരെ. ഓക്കെ മതി കേട്ടോ, എത്ര അതൊരു ഒറ്റ തെറുപ്പടേ ഷുറത്. ഇനി നമുക്ക് മിക്സ് ചെയ്യാം. കളറങ്ങ് മാറി കേട്ടോ അതിൻ്റെ, നല്ല യെല്ലോ കളർ. ഓക്കെ സമയം നമ്മൾ സോസും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ബർഗർ ബൺ. ലെറ്റ്യൂസ് ആണ്. അതെ, ഇത് വേണമെങ്കിൽ കുറച്ച് പച്ചക്ക് നോക്കച്ചാ. ടേസ്റ്റ് കറക്റ്റ് ടേസ്റ്റ് എന്താണെന്ന് അറിയാലോ. ഫസ്റ്റ് നമുക്ക് കുറച്ച് സോസ് ഒഴിക്കാം. ഇനി ലെറ്റ്യൂസ് ഇടാം. ഇത്രയും പോച്ച വെട്ടം തോന്നുന്നില്ലേ? പോച്ച കൂടിയാച്ചാ. ആ ഇനി പാറ്റി എടുക്ക്, ഇങ്ങോട്ട്. ആ ഓക്കെ, സെറ്റാണ്. ഇനി നേരെ എടുത്ത് അതിനകത്തോട്ടങ്ങ് വെച്ചോ. ഓക്കെ, ഇപ്പൊ തന്നെ കുറച്ച് വലുതായി അല്ലേ ചാ? ഇനി അതിനകത്തോട്ട് സവോള റൗണ്ട് അരിഞ്ഞാണ് കേട്ടോ. ഫുൾ അങ്ങോട്ട് ഇങ്ങനെ വെച്ചെടുക്കുക. ഇനി കുറച്ച് തക്കാളി. വെജിറ്റബിൾസ് ഒത്തിരി അങ്ങ് ആവണ്ട, കുറച്ച് തക്കാളി. ഇത് ഉപ്പിലിട്ട ഇത് വെള്ളരിക്കേണ്ട ഇത് ഒത്തിരി വേണ്ട കേട്ടോ, ഇത് കുറച്ച് മതി. ഭയങ്കര ഫ്ലേവറാണ് ഈ സാധനം. ഇത് തന്നെ നമുക്ക് കുറച്ച് മുറിച്ചിടാം. ലോഡായില്ലേ, തോരയായി. ഇനി ഒരു ലെയറോടെ നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ലെറ്റ്യൂസ് ഇട്ടിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഇനി വെച്ചാ രണ്ടാമത്തെ ലെയറാണേ. ഓക്കെ, സെറ്റായാമ്മ. വലിയ ബർഗർ. ഓക്കെ, വേണ്ട. ഓക്കെ ഗൈസ്, നമ്മുടെ മുതുക്ക് ബർഗർ റെഡി ആയിട്ടുണ്ട്. നോക്ക്, നല്ല വെയിറ്റ് ഉണ്ടോ ചാ? പിടിച്ചു നോക്കേ. ഏതാണ്ട് ഒരു 1.5 കിലോ വരും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ മുതുക്ക് ബർഗർ റെഡി ആയിട്ടുണ്ട്. നോക്കൂ, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഏതാണ്ട് ഒരു 1.5 കിലോ അടുപ്പിച്ച് വരുമെന്ന് തോന്നുന്നു. ഫില്ലിങ്ങും സൂപ്പറാണ്. നമ്മൾ 2 ലെയറൊക്കെ ഇട്ട് അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത്. അച്ഛാ ഒന്ന് കട്ട് ചെയ്യോ? ആ കട്ട് ചെയ്ത് നമുക്ക് 2 പീസൊക്കെ, അല്ലേ കഴിക്കാൻ പറ്റൂല. ഓ അടിപൊളിയായിട്ട് ചിക്കനൊക്കെ സെറ്റായിട്ടിരിക്കുന്ന കേട്ടോ. ഓ ജ്യൂസി കിടില. അത്യാവശ്യം നല്ല ഫില്ലിംഗ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഇതെങ്ങനെ കടിക്കുന്നതാണ് ഇപ്പോൾ ഞാൻ കണ്ട. ആ ക്രീമങ്ങ് ഇറങ്ങി വരുന്നത് ഇതിൽ നിന്ന്. കഴിക്കട്ടെ ചാ? ഈ സൈഡിൽ നിന്ന് കടിക്കല്ലേ. ഒന്നും പറയല്ലോ, സൂപ്പർ കാണാം.
നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, സീരിയസ് ആയിട്ട്. ഒന്നും പറയില്ല, വിഷയ സാധനം. എനിക്ക് കുറച്ച് കഴിയുമ്പോഴേ മടുക്കും കേട്ടോ, ഒത്തിരി കഴിക്കാൻ പറ്റത്തില്ല. ഒരു സൈസുണ്ട്. ചിക്കനൊക്കെ കിടുതലായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി അച്ഛൻ അങ്ങോട്ട് കഴിക്കുക. ഒരു കടിയിൽ തന്നെ വയറ് ഇറങ്ങിയല്ലേ, തോരയുണ്ട്. ഇനി അടുത്തത് അമ്മ. കൈ കൊള്ളത്തില്ല. എങ്ങനെ ഉണ്ടായിരുന്നു ബർഗർ? കൊള്ളായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു. കൊച്ചുവിന്റെ ബർഗർ പക്ഷെ വലുതായിരുന്നു, ഭയങ്കര വലുതായിരുന്നു. ചെറിയ ബണ്ണായിരുന്നെങ്കിൽ എടുത്ത് കടിക്കാൻ പാടാ. ഫുഡ് കഴിക്കുന്ന ഒരു ബുദ്ധിമുട്ടേ ഉള്ളായിരുന്നു, പക്ഷെ നല്ല ടേസ്റ്റ് ഉള്ള സൂപ്പർ സാധനമായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കൊന്ന് ചെറിയ ബണ്ണിലാണെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയായിരിക്കും. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പിന്നെ ഞാൻ ഒരു രസത്തിന് വലുതാക്കി അങ്ങ് ഉണ്ടാക്കിയതാണ്. ഏകദേശം എന്തായാലും അത്രയുള്ള എന്തെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്. ഇപ്പോൾ പുതിയൊരു വീഡിയോ ഇടുന്നൊരു ബൈ.